സർ, ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് പ്രമേയ അവതാരകൻ പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ സംബന്ധിച്ച്, കേരളം ഈ പ്രതിസന്ധിയിൽ നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാൻ ഈ ഗവൺമെൻറ് കിട്ടുന്ന അവസരം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് സർ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ് സർ. സർ, കേരളത്തെ ഒരു വലിയ കടക്കണിയുള്ള സംസ്ഥാനമാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രചരണം ബോധപൂർവമായി നടക്കുകയാണ് സർ. അത് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ പരിശ്രമം കൂടിയാണ് ഈ അടിയന്തര പ്രമേയം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, ഒരു ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ കൈയും കാലും കെട്ടിയിട്ട് രക്ഷിക്കേണ്ടവർ തന്നെ മർദ്ദിച്ച് അവശനാക്കി നിലത്തിടുമ്പോൾ മനുഷ്യത്തില്ലാത്ത ചിലർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രതിപക്ഷത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് സർ ഇവർ. സർ, BJPയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സമീപനമാണ് അതെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല സർ. കേരളത്തെയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത്. രാഷ്ട്രീയ വിവേചനം വെച്ചിട്ട് അതിനെ കാണാൻ കഴിയില്ല സർ. സർ, 2011 മുതൽ 2016 വരെയുള്ള UDF ഭരണകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റേതല്ലാത്ത പലവിധ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന അതിജീവന തന്ത്രങ്ങൾ, അതിനെങ്ങനെയാണ് സർ കാണാതിരിക്കാൻ കഴിയുക? 2018-19 പ്രളയം, നിപ്പ, 2021 കോവിഡ് മഹാമാരി, 24 വയനാട് ദുരന്തം, അതുപോലെ ഫെഡറൽ തത്വങ്ങളെ മാനിക്കാതെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയങ്ങൾ, ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ അപാകതകൾ, തെരഞ്ഞെടുപ്പ് കാലത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന GST പരിഷ്കരണങ്ങൾ, പൊതുകണക്കിലെ മിച്ചം കണക്കാക്കി 2017 ആഗസ്റ്റ് മുതൽ സംസ്ഥാനത്ത് കടമെടുപ്പിന് കുറവ് വരുത്തിയത്, കിഫ്ബി പെൻഷൻ കമ്പനി മുതലായ സ്ഥാപനങ്ങളുടെ സ്വന്തം നിലയ്ക്കെടുക്കുന്ന വായ്പകളെ കണക്കാക്കി കടമെടുപ്പിൽ വെട്ടിക്കുറവ് വരുത്തിയത്, ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാന്റ് വെട്ടിക്കുറച്ചത്, ദേശീയപാത വികസനത്തിന് 25% പണം ആവശ്യപ്പെട്ടത്, ഇതെല്ലാം ഈ സർക്കാർ നേരിടയില്ലേ സർ. സർ, അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടൽ, ആ ഘടന കേരളം എങ്ങനെയാണ് സർ കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്രം പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഇപ്പോൾ കേരളത്തിൽ ലൈഫ് മിഷൻ പരിപാടി തന്നെ 4 ലക്ഷം രൂപ നമ്മുടെ ഗവൺമെൻറ് വീടിന് കൊടുക്കുമ്പോൾ 25 ലക്ഷം രൂപ ഫ്ലാറ്റിന് കൊടുക്കും. 25 ലക്ഷം രൂപയാണ് ഫ്ലാറ്റിന് കൊടുക്കുന്നത്. വെറും 75,000 രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത് സർ. വെറും 75,000 രൂപ കേന്ദ്രം തരുമ്പോൾ 4 ലക്ഷം രൂപ ഫ്ലാറ്റിന് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറന്നോട്ട് പോകുന്നുവെന്ന് പറയുന്ന പ്രതിപക്ഷം ഇതെന്തേ കാണുന്നില്ല സർ? അതുപോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ 64 ലക്ഷം പേർക്ക് ഇവിടെ 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുമ്പോൾ വെറും 5.88 ലക്ഷം പേർക്ക് വെറും 300 രൂപ, 200 രൂപ, 500 രൂപ ക്രമത്തിൽ, ശരാശരി 300 രൂപ ക്രമത്തിലാണ് കേന്ദ്രം സഹായിക്കുന്നതെന്നുള്ളത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ സ്നേഹിക്കുന്ന ഇവർ കാണണ്ടേ സാർ? അതുപോലെ ഈ പ്രതിവർഷം 12,000 കോടി രൂപ നമ്മൾ സാമൂഹ്യക്ഷേമ പെൻഷന് ചെലവിടുമ്പോൾ കേന്ദ്ര സർക്കാർ തരുന്നത് 300 കോടിയിൽ താഴെയാണ് സർ. 12,000 കോടി രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ വെറും 300 കോടി രൂപയിൽ താഴെ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് തരുന്നത് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് സർ. സർ, ഉച്ചഭക്ഷണ പാചക തൊഴിലാളി വേതനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ ശരാശരി കൊടുക്കുന്ന 12,500 രൂപയാണ്. കേന്ദ്ര വിഹിതം 600 രൂപയാണ്. പ്രതിപക്ഷ ബെഞ്ച് മനസ്സിലാക്കണം, 600 രൂപയാണ് ഉച്ചഭക്ഷണ തൊഴിലാളിക്ക് കേന്ദ്രവിഹിതമായിട്ട് കേരളത്തിൽ ലഭിക്കുന്ന. 12,500 രൂപ ആ ഉച്ചഭക്ഷണ തൊഴിലാളി കൊടുക്കുകയാണ് സർ. സർ, ആ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സർക്കാർ ശരാശരി 1,600 കോടി രൂപ ചിലവഴിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി കിട്ടുന്ന 180 കോടി രൂപ മാത്രമാണ് സർ. വെറും 180 കോടി രൂപ നമ്മുടെ നാട്ടിലെ 42 ലക്ഷം പേർക്ക് ആരോഗ്യ മേഖലയിൽ ചെലവിടുമ്പോൾ വെറും 150 കോടി രൂപ നൽകുന്ന കേന്ദ്ര സർക്കാർ. സർ, കേരളത്തിൽ 42 ലക്ഷം പേർക്കായിട്ട് ശരാശരി ചെലവിടുന്നത് പ്രതിശീർഷമായി പരിശോധിക്കുമ്പോൾ 2,800 രൂപ വീതം ചെലവിടുമ്പോൾ അതിൽ 22 ലക്ഷം പേർക്ക് 600 രൂപ വെച്ച് മാത്രമാണ് കേന്ദ്രം തരുന്നത്. അതാണ് ഈ 150 കോടിയായി കുറയുന്നത്. സർ, ഒരുപാട് വിശദീകരിച്ചു പോകുന്നില്ല സർ. അതുപോലെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തെ ജലജീവൻ മിഷൻ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെൻറ് 45% തരുമ്പോൾ ബാക്കി 10% ഗുണഭോക്താക്കളെ എന്ന് കഴുത്തിന് പിടിച്ച് വാങ്ങണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 15% വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, ബാക്കി 30% മാത്രം സംസ്ഥാന സർക്കാർ വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേരളം ചെയ്യുന്ന എന്താ? ആ 30% കൊടുക്കേണ്ട സ്ഥാനത്ത്
55% ഈ പാവപ്പെട്ട ഗുണഭോക്താവിന്റെ വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവും കൂടി ചേർത്തുകൊണ്ട് 55% തുക വെച്ചുകൊണ്ട് കേരളത്തിൽ കുടിവെള്ളം കൊടുക്കുന്നത് സർ. ഇപ്പൊ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വരുന്ന മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കാണാതിരിക്കാൻ പാടുണ്ടോ? കേരളം ഉപേക്ഷിക്കുന്നില്ല, പാവപ്പെട്ടവന് ചേർത്ത് പിടിക്കുകയാണ്. ചെലവ് കൂടുന്നത് പാവപ്പെട്ടവന് വേണ്ടിയാണ് സർ ചെലവഴിക്കുന്നത് സർ. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സഹായങ്ങൾ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വായ്പയാണ് സർ നൽകിയത്, സഹായമല്ല. 532 കോടി രൂപ വായ്പയാണ്. എന്താണ് സർ ഇതിനെ കാണാൻ ഈ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ മർദ്ദിച്ച് അവസാനാക്കുമ്പോൾ ഒന്ന് പിടിച്ചെഴുന്നേറ്റ് സ്വയം അവന്റെ ശേഷി കൊണ്ട് എഴുന്നേറ്റ് വരികയാണ് സർ. അവന്റെ ശേഷി കൊണ്ട് മാത്രം എഴുന്നേറ്റ് വരികയാണ്. ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സർ. കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് വൈദഗ്ധ്യം കൊണ്ട് മാത്രം കേരളം രക്ഷപ്പെട്ട് വരികയാണ് സർ. അതിനെയാണ് സർ അവർ കാണേണ്ടത്. ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല സർ. സർ അതിന് ആ ഹെലികോപ്റ്റർ, നമ്മുടെ പ്രളയ ദുരന്ത കാലത്ത് ഹെലികോപ്റ്ററിന്റെ പോലും വാടക വാങ്ങിയപ്പോൾ ഒരു അക്ഷരം മിണ്ടിയോ സർ? ഒരു അക്ഷരം മിണ്ടിയോ? എന്ത് മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെന്ന് പറഞ്ഞോ സർ? ഇതാണ് എങ്ങനെയാണ് സർ ഇതിന് ഈ അടിയന്തര പ്രമേയത്തിന്റെ ഞങ്ങൾ അടിയന്തര പ്രമേയം എന്നതാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതെല്ലാം പറയാൻ അവസരം കിട്ടുന്നതുകൊണ്ടാണ് സർ. ഇതിന്റെ ആ ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് അടിയന്തര പ്രമേയം ജനങ്ങളോട് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല സർ. ആ ഉദ്ദേശശുദ്ധി നല്ലതല്ല സർ. ഇപ്പൊ പറയുന്ന അടിയന്തര പ്രമേയം ഉദ്ദേശശുദ്ധിയാണ് സർ ഞങ്ങൾ സംശയത്തോടെ കാണുന്നത് സർ. സംസ്ഥാനത്തിന്റെ തനതു നികുതിയേതര വരുമാനത്തിൽ വളർച്ച കൈവരിച്ചുകൊണ്ട് സാമൂഹ്യക്ഷേമ വികസന ചെലവുകൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് സർ. സമയപരിമിതി കൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല സർ. സർ കടക്കണി എന്ന് പറയുന്ന വാദം എല്ലാ ഗവൺമെന്റ് സാറേ കണക്ക് പഠിക്കണം സർ. ഇല്ല കണക്ക് പഠിക്കണം സർ. സർ എല്ലാ കാലത്തും ഇരട്ടിയിലധികം കടം കൂടുന്ന വ്യവസ്ഥ ഉണ്ടായപ്പോൾ നമ്മൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അവസാനിക്കുമ്പോൾ 80,000 കോടിയായിരുന്നു കേരളത്തിന്റെ കടം. അത് ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കിയപ്പോൾ 160 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 290. ഇത്തരത്തിൽ വർധനയനുസരിച്ച് ഈ ഗവൺമെന്റ് കാലത്ത് 6 ലക്ഷം കോടിയാവണം സർ. 6 ലക്ഷം കോടിയാവണം. പക്ഷേ കേരളത്തിന്റെ യഥാർത്ഥ കടം 4.7 ലക്ഷം കോടിയിൽ താഴെയാണ് സർ. അത് മനസ്സിലാക്കേണ്ടത് സർ. സർ ഈ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് സർ, കേരളത്തിന്റെ കടം ഗണ്യമായി കുറയുകയാണ് സർ. സർ ഇന്ന് 2021 കടം 38.47 GSDPയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ 38.47% 21-22 അത് 36.3 എന്നായി കുറഞ്ഞു. 22-23 അത് 35.38% കുറഞ്ഞു സാർ. അങ്ങനെ ഇപ്പോ കേരളത്തിൽ 33.8% താഴ്ന്നു നിൽക്കുകയാണ് സാർ കേരളത്തിന്റെ കടം GSDPയുമായി പരിശോധിക്കുമ്പോൾ. അത് മനസ്സിലാക്കുക സാർ. കേന്ദ്രത്തിന്റെ കടം എത്രയാണെന്ന് അറിയാമോ? 57%. 57% കേന്ദ്ര ഗവൺമെന്റ് കടം സാർ. ഈ 57% കടമുള്ള ആളുകളാണ് 33% കടമുള്ള സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നത് സാർ. ഇത് പഠിക്കണം. ഇത് ഞങ്ങൾ ഈ വിഷയമാണ് സാർ സഭയെ കൊണ്ടുവരുന്നത്. കേന്ദ്രത്തിന്റെ കടം ഇന്ന് 57% മാറിയിരിക്കുകയാണ് സാർ. സാർ ഇവിടെ ട്രഷറി പൂട്ടി എന്ന് പറയുന്നവരോട് പറയാൻ എനിക്കൊരു ഇവിടെ അവതരിപ്പിച്ചാണ് സാർ. സാർ ഇവിടെ 7,32,580 കോടി രൂപ ചെലവഴിച്ച ഗവൺമെന്റാണ് സാർ ഇത്. 7,32,580 കോടി രൂപ. ഇവിടെ ധനകാര്യ മാനേജ്മെന്റ് എന്താണ് സാർ പ്രശ്നം? സാർ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് കോവിഡും പ്രളയവും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന കാലത്ത് പോലും 5,85,959 കോടി ചെലവഴിച്ച് ഇപ്പൊ 7,32,000. സാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3,40,000 സാർ. 3,40,000 ആകെ ചെലവ്. അവിടെയാണ് 7,32,580 കോടി രൂപ ചെലവഴിച്ചു. അതെല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവന്റെ ജീവിതക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സാർ. സാറിന്റെ ജീവനക്കാരുടെ കാര്യം പറഞ്ഞു സാർ. കേന്ദ്ര സർവീസിലെ നിയമന നിരോധനം സാർ. 25% തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 25% തസ്തികകൾ, അധ്യാപകർ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു സാർ. ഇവിടെ ഏതാണ്ട് 7.5 ലക്ഷം ഒഴിവുകൾ പ്രാഥമിക വിദ്യാലയ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കേന്ദ്രീയ വിദ്യാലയത്തിൽ പോലും അധ്യാപകർ ഒഴിവുണ്ട് സാർ. സാർ കേരളത്തിൽ എന്താ സ്ഥിതി? കേരളത്തിൽ 3 ലക്ഷം PSC നിയമനം നടത്തിയിരിക്കുകയാണ് സാർ. 3 ലക്ഷം. രാജ്യത്താകെ നടക്കുന്ന PSC നിയമനങ്ങളിൽ 60% കേരളത്തിലാണ് സാർ. 60%. സാർ ഈ ഗവൺമെന്റ് 2,89,936 കണക്കാണ് സാർ. ഇത് കണക്കാണ്. നിയമനം നടത്തിയ നിയമന ശുപാർശ നടത്തിയാണ് സാർ.
അപ്പൊ ഇവിടെ എല്ലാ മേഖലയും സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും സർക്കാർ ജീവനക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ കേരളം കടക്കണിയിലാണെന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ അതിന് മറുപടി പറയാനാണ് സർ ഈ അടിയന്തര പ്രമേയം നമ്മൾ കാണുന്നത്. ഈ പ്രമേയത്തെ എതിർക്കുകയാണ് സർ.